ഈ കഴിഞ്ഞ ദിവസം ഞാൻ നമ്മുടെ നായർ ഐക്യവേദിയുടെ വക്താവായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഒരു പരാമർശത്തെ ചൊല്ലിയാണ് ഞാൻ ഈ രണ്ട് വാക്ക് പറയുന്നത്. NSSനെ സംബന്ധിച്ചിടത്തോളം സ്ട്രക്ചറിൽ ആർക്കും ഒരു മാറ്റവും വരുത്താൻ പറ്റില്ല. പക്ഷേ NSSൽ അന്തകന്മാരാരുമില്ല. NSS സ്വജനപക്ഷപാതം മാത്രമേ ഉള്ളൂ. അതിനുവേണ്ടി NSSൻ്റെ തന്നെ ഷെയർ ഹോൾഡേഴ്സായിട്ടുള്ള ആര് ഹൈക്കോടതിയിൽ കേസ് ഫയൽ ചെയ്തിട്ടുണ്ട്. ആ കേസ് 81 പ്രാവശ്യമാണ് മാറ്റിമറിച്ചത്. ഈ പറയുന്ന നായർ ഐക്യവേദിയുടെ വക്താവ് ഈ കേസിൽ ഒരു ഇംപ്ലീഡിംഗ് ആയിട്ട് പോലും അദ്ദേഹമില്ല. ഇതിനാവശ്യമായ കാര്യങ്ങളോ മറ്റു കാര്യങ്ങൾക്കോ അദ്ദേഹത്തിന് സഹായം ഇതുവരെ ചെയ്യാൻ പറ്റിയിട്ടില്ല. ഇതിൻ്റെ പ്രധാനപ്പെട്ട വിഷയം വരുന്നത് ട്രാവൻകൂർ കമ്പനീസ് ആക്ടിൽ നിന്നും കമ്പനീസ് ആക്ടിലേക്ക് പോയ ഒരു കാര്യത്തെ കേരളത്തിലെ നോൺ ട്രേഡിംഗ് കമ്പനീസ് ആക്ടിൽ കൊണ്ടുവന്നിട്ട് അതിൻ്റെ റിട്ടേൺ ഫയൽ ചെയ്തിട്ട് ആ രജിസ്ട്രാർക്ക് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആ ഒരു ഡിപ്പാർട്ട്മെൻറ്റിന് അതൊന്ന് അനലൈസ് ചെയ്യാനോ അതിൻ്റെ കംപ്ലയിൻറ്റ്സ് നടത്താനോ ഉള്ള അറിവ് പോലും ആ ഡിപ്പാർട്ട്മെൻറ്റില്ല. അത്രയ്ക്ക് പരിമിതമായ ഒരു ഡിപ്പാർട്ട്മെൻറ്റിലേക്കാണ് റിട്ടേൺ പോലും ഫയൽ ചെയ്യുന്നത്. ഇത് തന്നെയാണ് മറ്റു പല ജാതീയ സംഘടനകളുടെയും കാര്യങ്ങൾ. അതുകൊണ്ട് നമ്മുടെ നായർ ഐക്യവേദിയുടെ വക്താവ് പറയുന്നുള്ള കാര്യങ്ങൾ സത്യത്തിൽ നിന്നും വിദൂരമാണ്. NSSൻ്റെ കാര്യത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഹൈക്കോടതിയാണ് ഇന്ന് കേരളത്തിൻ്റെ ഇത് വെച്ച് നോക്കുമ്പം. അതുകൊണ്ട് അദ്ദേഹം അങ്ങനെയുള്ള സ്റ്റേറ്റ്മെൻറ്റുകൾ ചെയ്യരുതെന്ന് അഭ്യർത്ഥിക്കുന്നു.